മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചൊരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കാണ്. എവിടെ പോകുന്നു ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ആദ്യം ഞാൻ വിചാരിച്ചൊരു ടിമ്മിൽ പോയിട്ടൊരു കാപ്പി കുടിക്കാമെന്ന്. പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ നമുക്ക് ഈ ഒരു സമ്മർ സമയത്താണ് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തൊട്ടടുത്തുള്ള ട്രയൽസ് തപ്പി ഇറങ്ങിയപ്പോൾ കണ്ട ഒരു ട്രയലിൻ്റെ പേരാണ് ബെറിക്ടെയിൽ കമ്മ്യൂണിറ്റി സെൻറ്റർ ട്രയൽ റവൈൻ എന്നാണ് പേര്. ഇറ്റ്സ് എ ട്രയൽ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇതാണ് ഗൈസ് ഇതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് പോയി നോക്കി നോക്കാം. കാനഡയിൽ മിക്ക സ്ഥലങ്ങളിലും നിങ്ങൾ നോക്കുകയാണെങ്കിലും റെസിഡൻസ് ഏരിയാസിൽ നമുക്കിങ്ങനെ കുറേ ട്രയൽസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ട്രയൽസിൽ പോകുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ചില നോട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇന്ന് എഴുതിയേക്കുന്ന ഒരു പോസ്റ്റാണത്. ടെമ്പററി ബ്രിഡ്ജ് ക്ലോഷർ എന്നാണ് എഴുതിയേക്കുന്നത്. ഞാൻ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ബ്രിഡ്ജുണ്ട്, നോർമൽ ക്രോസ് ചെയ്യുന്ന ബ്രിഡ്ജ് അവിടെ ക്ലോസ് ആണെന്നാണ് പറയുന്നത്. ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് വേറെ ബ്രിഡ്ജും ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോകുന്നതുകൊണ്ട് എന്തായാലും നമ്മൾ തപ്പിപ്പിടിച്ച് പോകണം. അതുകൊണ്ട് എനിക്ക് വലിയ മാപ്പ് കാര്യങ്ങൾ നോക്കി മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. അങ്ങനെ വീണ്ടും നമുക്കൊരു നോട്ടുണ്ട് അവിടെ, വെൽക്കം ടു ബെഗ്റ്റാൽ റവൈൻ എന്നാണ് പറയുന്നത്. ഈ ബെഗ്റ്റാൽ റവൈൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നതെന്നും അതേപോലെ തന്നെ നമ്മുടെ കുറേ ബേർഡ്സിനും അതുപോലെ തന്നെ മൈഗ്രേഷൻ ബേർഡ്സിനൊക്കെ വൺ ഓഫ് ദി മെയിൻ സെൻറ്റർ ആണെന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അതായിരുന്നു അതിനെക്കുറിച്ചിട്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. നമുക്ക് വീണ്ടും നടക്കാം. ഗൈസ്, നമ്മളൊരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ നമ്മൾ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തില്ലേ. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു കുഞ്ഞൊരു സ്ട്രീമാണത്. വളരെ രസമുണ്ട്. രസത്തിനുപരി ഭയങ്കര കാമാണ്. അതായത് നമ്മൾ ഈ ഭയങ്കര ഒച്ചയും ബഹളത്തു നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഭയങ്കര രസം. ആ വെള്ളം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നില്ല, പക്ഷേ അതിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ട് തോന്നുന്നു. അത്രയും നല്ല ക്ലിയർ വാട്ടറൊന്നുമല്ല, പക്ഷേ ആ ഒരു ഗ്രീനറിയിൽ ഇത് കാണുമ്പോൾ നല്ല രസമുണ്ട്. സോ ഇതാണ് ആ ഒരു സ്ട്രീം. ഒത്തിരി നല്ല ക്ലിയർ വാട്ടർ ഒന്നുമല്ല, പക്ഷെ എന്നാലും അതിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു രസമുണ്ട്. വെള്ളം ചിലർക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമല്ല, അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് വെള്ളം. ഇവിടെ ഇങ്ങനെ ഓരോരോ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ. ഇതെന്തോ കമ്മ്യൂണിറ്റി സെൻ്ററാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത്. എനിക്ക് വലിയ ക്ലിയർ ആയിട്ട് അറിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇവിടെയും എന്തൊക്കെയോ ഒരു ആക്ടിവിറ്റി ഏരിയ പോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്നാൽ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുന്നതാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസും ബെനിഫിറ്റ്സും അതിന് വേണ്ടിയിട്ടുള്ളൊരു ഏരിയയും കൂടിയിട്ടാണത്. കുറച്ചധികം നേരം ഞാൻ നടന്നു തുടങ്ങിയിട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് എൻ്റെ എന്തെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നടക്കുന്നത്. ട്രയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കാനാണല്ലോ നടക്കുക. അതായത് നല്ല പീസ്ഫുള്ളായിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ബാക്ക് സൈഡിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. കുറേ പേര് കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ടെമ്പററി ബ്രിഡ്ജ് ക്ലോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്രിഡ്ജ് ഇതാന്ന് തോന്നുന്നു. ഇതിവിടെ ക്ലോസ് ചെയ്തേക്കുവാണ്. നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടർഫീൽഡ് ഡ്രൈവിൻ്റെ ഏരിയയിലാണെന്നാണ് കാണിക്കുന്നത്. ഏത് ഭാഗത്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന കുറച്ച് പേര് സംസാരിക്കുന്നത് എന്താണെന്നറിയോ, ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ വായിച്ചിരുന്നു ഇവിടെ ഈ ഒരു ട്രെയിലിൽ കുറേ മൈഗ്രേറ്റിംഗ് ബേർഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ മൈഗ്രേറ്റിംഗ് ബേർഡ്സ് വരുന്നതുകൊണ്ട് തന്നെ നല്ലോണം ബാക്കി ട്രെയിൽസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എപ്പോഴും നല്ല എന്താ പറയുക കിളികളുടെ ശബ്ദവും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയണേ. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഒത്തിരി കേൾക്കാനൊന്നും പറ്റിയില്ല. അറ്റ് ദ സെയിം ടൈം ബേർഡ്സിൻ്റെ പേര് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അത് ആ ബേർഡ്സൊക്കെ സ്ക്യൂറൽസിനെ കഴിക്കുമെന്ന്. അപ്പോൾ അതവർ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അതിൻ്റെ പിക്ചർ ഇവിടെ എവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കി നോക്കട്ടെ, അതെന്തെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പേരൊക്കെ ആയിട്ടോ പോകുന്നത്. ഇപ്പോൾ നല്ല എന്താ പറയുക, ഒരു ഈവനിങ് ടൈം ആയല്ലോ. കുറേ പേര് ആദ്യമേ പോയിട്ടുള്ള ആൾക്കാർ തിരിച്ചു വരുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം വലിയൊരു ട്രയലാണ്. അത് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത്യാവശ്യം ഞാൻ നടന്നു വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. ഇപ്പോഴും അത് നീണ്ടു നിവർന്ന് പോവുകയാണ് ഗൈസ്. ഏതാണോ ഇതിൻ്റെ എൻഡെന്ന് എനിക്കറിയില്ല, പക്ഷേ ലെറ്റ്സ് സീ. ചിലവർക്ക് ഈ വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു സന്തോഷം തോന്നില്ലേ? ഞാൻ അങ്ങനത്തെ കൂട്ടത്തിലാണ്. ഈ നല്ല രസമാണ് അത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒത്തിരി വെള്ളവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും ആ ഒരു സ്ട്രീം ഫ്ലോ കേൾക്കാൻ നല്ലൊരു രസമുണ്ട്. ഇവിടെ കുറച്ചും കൂടി ക്ലിയർ ആട്ടോ വാട്ടർ. അവിടെ കുറച്ചും കൂടി അഴുക്കായിരുന്നു, കുറച്ചും കൂടി രസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആണ്. അതേപോലെ തന്നെ കുറച്ച് ഫ്ലോ ഉണ്ട്. അവിടെ അത്ര ഫ്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല. നൈസ്. അങ്ങനെ നടന്ന് സ്പോട്ട് ചെയ്ത സാധനമാണ് ഞാൻ 6 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇതെന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ടോട്ടൽ 6 കിലോമീറ്റേഴ്സ് ആണോ, ഇവിടം വരെ ആയിരിക്കും ചിലപ്പോൾ 6 കിലോമീറ്റർ.
അത് ശരിയാവില്ലല്ലോ. 6 കിലോമീറ്റർ ആണ് ടോട്ടൽ ഇനി. ഗൈസ്, അങ്ങനെ നമ്മുടെ ഒരു ട്രയൽസിൻ്റെ എൻഡ് പോർഷൻ ഇവിടെ ഓൾറെഡി കഴിഞ്ഞെന്ന് തോന്നുന്നു. എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ഇവിടെ കാണാനില്ല. സോ ഇറ്റ് വാസ് എ വെരി സിമ്പിൾ ട്രയൽ. എന്താ പറയുക, നമുക്കൊന്ന് സമാധാനമായിട്ട് കുറച്ച് നേരം ഇരിക്കാനും അതുപോലെ തന്നെ കുറച്ച് ഗ്രീനറി കൂടിയിട്ടുള്ള ഒരു വെരി സ്മോൾ ട്രയൽ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ ഇന്നത്തെ വിശേഷം. സോ നത്തിങ് മച്ച് ഇൻ ദിസ് വീഡിയോ. എനിക്കിപ്പോൾ നിങ്ങൾക്ക് കൂടുതലൊന്നും കാണിച്ചു തരാനും പറ്റിയിട്ടില്ല, പക്ഷേ ഐ ആം ഹാപ്പി. അപ്പോൾ ഒരു റിലാക്സേഷൻ എനിക്കുമായി. ഇനി നേരെ ഒരു ടിമ്മിൽ പോയി ഒരു കാപ്പി കുടിച്ചാൽ ഇന്നത്തെ ദിവസം എൻ്റെ ഇവിടെ തീർന്നു. അപ്പോൾ ബൈ.